ചങ്കള ഇന്നിപ്പോ നമ്മള് നിക്കണത് എവിടെ അറിയാം എനിക്ക് ഇതാക്കണേ കൊടുവള്ളിയിലാണ് കേട്ടോ. കൊടുവള്ളി ടൗൺ ആണ് കാണുന്നത്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ എനിക്ക് ഇല്ല അറിയില്ല. എന്റെ കഴുത്ത് കിടക്കുന്ന മാലയൊക്കെ കമ്മലൊക്കെ സാധനങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഉള്ള ഇഷ്ടം പോലെ കടകളുണ്ട് ഇവിടെ. ജ്വല്ലറിയോ? ആ തന്നെ ജ്വല്ലറികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കൊടുവള്ളിയിലോ. കൊടുവള്ളി ഒന്ന് കാണണല്ലോ നമുക്ക്. 100 കടകളൊക്കെ ഉണ്ട്, ചെറുതും വലുതായിട്ട് മാത്രം ഉണ്ടോ? ഇല്ല പോയേക്കാം. നമുക്ക് ചെറുതും ചെറിയ ചെറിയ കടകളൊക്കെ ആയിരിക്കും കേട്ടോ, പോയി കാണിച്ചു തരാം നമുക്ക്. ഇപ്പൊ ഞങ്ങൾ കോഴിക്കോട് നിന്ന് നേരെ വയനാട്ടിൽ പോണ റോഡാണ്, കയറുന്ന വണ്ടി. അപ്പൊ എന്തായാലും ഇവിടെ ഈ ടൗൺ ഒന്ന് കാണന്നെ വേണല്ലോ. എന്നാല് പക്ഷെ വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. ഇല്ല എന്നാ കേറ്, എന്നാ പിടിച്ചോ, എന്നാ നമുക്ക് പോയേക്കാം. അപ്പൊ നമ്മൾ എന്തായാലും കൊടുവള്ളി ടൗണ് മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടി പോകാണ് കേട്ടോ. ഇതൊന്ന് പിടിച്ചേട്ടാ, സീറ്റ് ബെൽറ്റ് ഇട്ടത് മൊത്തത്തിൽ റെഡിക്കൊന്ന് കാണണം. കടയില് കയറണ്ടേ, നമുക്കൊന്ന് ടൗണൊക്കെ ഒന്ന് മൊത്തത്തിൽ കാണാലോ. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ചങ്കൾക്ക് എല്ലാവർക്കും ഓൽക്കൊന്ന് കാട്ടി കൊടുക്കാം. നാളെ കൊടുവള്ളി മൂപ്പര് വന്നപ്പോ പറഞ്ഞിട്ടില്ല ജി, സ്വർണത്തിന്റെ കേന്ദ്രമാണെന്ന്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണ്ട അമ്പാനെ, കൊടുവള്ളിക്ക് ഇങ്ങനെ പ്രത്യേകത ഉണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. എത്രമാത്രം കുറെ സ്വർണ്ണക്കട ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ കടകളുണ്ട്. അപ്പൊ വലിയ ടൗൺ തന്നെയാണ് കേട്ടോ. ചെറുതും വലുതുമായ 80-100 ഉണ്ട് തോന്നുന്നു. ചെറിയൊരു അങ്ങാടിയായിരുന്നു ആദ്യത്. ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ടോ. അവിടെ ജ്വല്ലറി, വലിയൊരു ജ്വല്ലറി. അപ്പൊ ഒന്നിപ്പോ നമ്മള് കണ്ട് നമുക്കിങ്ങനെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് വണ്ടിയിലെ ഡീസൽ കഴിഞ്ഞോ. നമുക്കിങ്ങനെ നോക്കി നോക്കി പോകട്ടോ. നേരെ കൽപ്പറ്റ ഓമശ്ശേരി വലത്തേക്ക് മുക്കം വലത്തോട്ട്. പിന്നെ ഉള്ളിലോട്ടുള്ള കടകളുണ്ടോന്ന് അറിയില്ല. ഇവിടെ രണ്ടാമത്തെ കേട്ടോ. അങ്ങനെ എണ്ണിട്ട് കാര്യമില്ലല്ലോ, കൊറേ ഉണ്ട് ഇവിടെ. അല്ല ഞാൻ കാണുന്നോടത്തുള്ള ഞാൻ അങ്ങനെ നോക്കുകയാണേ. പിന്നെ ഇവിടെ ഒന്നുണ്ട് 3. പിന്നെ അവിടെ ഉണ്ട് 2 4. അവിടെ ഉണ്ട് 1 5. ജ്വല്ലറി അല്ലേ? അല്ല, ആണ് ഫ്രണ്ടില് 7. സൈഡ് കൂടെ ഉള്ളതാട്ടോ. ഇതിപ്പോ നമ്മളെ ഫ്രണ്ടില് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ കാണുന്നു കേട്ടോ. ഇതാണ് ഇപ്പൊ നമ്മള് കൊടുവള്ളി ടൗൺ കേട്ടോ. കൊടുവള്ളി ടൗണിൽ കൂടെ നമ്മളിങ്ങനെ തേരാപ്പാറ അവിടെ ഇട്ട്. ഇതൊക്കെ ഗോൾഡ് ആണ് കണ്ടോ, ആ കടച്ചിട്ട് അടവാണ്. അതാ 9, 10, 11 ചിലത് അടവുണ്ട് കേട്ടോ. പിന്നെ ഗോൾഡ് ഇവിടെ 12, 13, 14, 15. ന്റെ അമ്മേ 16. മുട്ടിനല്ലേ 17, 17, 18. ഇത് 18 കേട്ടോ. പിന്നെ അതിന്റെ അടുത്ത് തന്നെ 19, 20, 21, 22. 23 ഉണ്ട് അവിടെ, 24 ഉണ്ട്, 25, 26. ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് ഇതാണ് 28. ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് മൊത്തം ഇതാണ്. അങ്ങനെ എണ്ണലൊന്നും നടക്കൂല. എന്നാലും 29 ആക്കണേ, 30, 31 ഇവിടെ മൊത്തം ബിൽഡിംഗ്. അവിടെ ഉണ്ട് കേട്ടോ 32, 33, 34, 35 ആക്കണം അവിടെ. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ നിൽക്കണം. ഇതൊക്കെ ഇതാണ് കണ്ടല്ലേ, ഇതാണ് ബസ് സ്റ്റാൻഡ് കാണുന്നത്. ഓട്ടോ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സ്വർണ്ണൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലോട്ട് വന്ന് ഇറങ്ങുന്നു, നേരെ ഇവിടോട്ട് വരുന്നു, സ്വർണം മേടിക്കും. വെമ്പോടും കടകള് സംഭവം നേരെ തന്നെ കേട്ടോ അല്ലേ. ഞാൻ കരുതി ചേട്ടാ ഇനി വെറുതെ പറഞ്ഞിട്ടാണ്. എന്താടാ നോക്കിക്കണേ, സ്വർണ്ണക്കട നോക്കിക്കണം. ബാക്കില് പോയി ഓനും എണ്ണുണ്ടോ അങ്ങോട്ടും ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ വേറെ ടൗൺ, അങ്ങോട്ട് താഴത്തേക്കുണ്ട് ചെറിയ ടൗണ്. പിന്നെ അവിടെയൊക്കെ ഉണ്ട് കടകളെ കൊണ്ട് ചെറിയ കളിയല്ലേ, ഫുള്ള് കടകളാ. എന്തെല്ലാം സാധനങ്ങളല്ലേ. ജ്വല്ലറി ആണെങ്കിലോ ഞാൻ ആദ്യമായിട്ട് കാണട്ടോ ഇങ്ങനെ ജ്വല്ലറി. ഇതിപ്പോ നമ്മള് പോന്നിട്ട് ഇപ്പൊ 1/2 കിലോമീറ്റർ ആയിട്ടുണ്ടാവും അല്ലല്ലോ. 1/2 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഇത്രയും കടകൾ. ഇവിടെ 1, 2 ഇവിടെ ഉണ്ട്, 2, 3 ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇതാണ് ഗോൾഡ് ലോണൊക്കെ കൊടുക്കുന്ന കടകളുണ്ട്. പള്ളിയാണ് കൊടുവള്ളി മുസ്ലിം എത്തിങ്കാനാണ് അല്ലേ. അപ്പൊ ഈ ഒരു ചെറിയ അങ്ങാടിയിൽ കണ്ടല്ലേ
എത്ര ഇതാണ്. പിന്നെ നമുക്ക് ഇവലോട് കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് സ്വർണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളിട്ടോ. നമ്മളെ കാസർഗോഡ് ജില്ലയിലൊക്കെ നല്ല നല്ല കിടിലം പ്ലോട്ടുകൾ നമുക്ക് എടുത്തു കൊടുക്കാം. അതെ, കൊടുവള്ളി ഏകദേശം തീരാനായി. ഞാൻ ബടായി പറഞ്ഞാണ് എന്നെ പറ്റിച്ചാണെന്ന് വിചാരിച്ചാന്. ഇങ്ങനെ സംഭവം ഞാൻ ആദ്യമായിട്ടാണ്. ആ ടൗൺ ആ ഒരു സ്ഥലത്താണ് കുറെ ഉണ്ട്. അതിൽ ഇറങ്ങിയാൽ നമുക്ക് കുറെ കൂടുതൽ കാണാൻ കഴിയും. അപ്പൊ സ്ഥലങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മളെ നമ്പർ 9895181886 ആണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങളെ സ്ഥലങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ, പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. പിന്നെ വേറെ കാര്യം പറയാനുള്ള വെച്ചാൽ കൊടുവള്ളി ഏരിയയിൽ നിങ്ങൾ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. നിങ്ങൾ കൊടുവള്ളിയിൽ എവിടെയാന്നുള്ളതൊക്കെ അല്ലേ? നിങ്ങൾ ഇവിടെ എവിടെയാ ഉള്ളത് എന്നൊക്കെ ഉള്ളതും, അതുപോലെ നിങ്ങൾ ആരുടെങ്കിലും വീടോ സ്ഥലോ പ്രോപ്പർട്ടികളൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിക്കുക. കുറെ ആൾക്കാർ ബ്രോക്കർമാരൊക്കെ ഏൽപ്പിച്ചിട്ട് സ്ഥലങ്ങളൊന്നും വിറ്റ് പോയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്തിട്ട് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോളി. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.